നല്ല ചൂട് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന ഡയലോഗ് പോലെ ആവേശത്തോടെ തുടങ്ങുന്ന പലതും ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെയായ അവസ്ഥയിലാണ്. പറഞ്ഞു വരുന്നത് കർണാടക കേരള സർക്കാരുകളെ കുറിച്ചാണ്. ഫ്രീബി പലരെയും നിഷ്ക്രിയരാക്കുമെങ്കിലും ചിലർക്കെങ്കിലും ആശ്വാസമാണ്. സമൂഹത്തിലെ തീർത്തും പാവപ്പെട്ടവർക്കായി ഈ ചില സൗജന്യങ്ങൾ ചുരുക്കാതെ കാശുള്ളവനും അത് നൽകിയാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന അവസ്ഥയിലാണ്. പറഞ്ഞു വരുന്നത് ബസ്സുകളിലെ സൗജന്യ യാത്രയാണ്. എല്ലാവർക്കും സൗജന്യം എന്നത് മാത്രമല്ല, ഭരണസിര കേന്ദ്രങ്ങളിലും കളക്ട്രേറ്റുകളിലുമൊക്കെ മുറ്റത്ത് വരെ സൗജന്യ യാത്ര. ഏതായാലും സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര നടുവൊടിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ കർണാടകയിൽ കാര്യങ്ങൾക്ക് അത്ര ശക്തി പോരെന്ന്. ശക്തി പദ്ധതിയിൽ അഴിച്ചുപണിക്ക് കർണാടക സർക്കാർ ഇതര സംസ്ഥാനക്കാരെ ഒഴിവാക്കും. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന കർണാടകയിലെ ശക്തി പദ്ധതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. ഇതിനെ തുടർന്ന് പദ്ധതി കർണാടകക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും ശക്തി സ്മാർട്ട് കാർഡുകൾ ഏർപ്പെടുത്താനും സർക്കാർ ഒരുങ്ങുന്നു. കേരളം മാതൃകയാക്കിയ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതിയിൽ അഴിച്ചുപണിക്ക് കർണാടക സർക്കാർ എത്തേണ്ടി വന്നെങ്കിൽ കേരളവും ചിലതൊക്കെ മുൻകൂട്ടി കാണേണ്ടി വരും. കന്നഡക്കാരല്ലാത്ത ഇതര സംസ്ഥാനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും. ആധാർ കാർഡുള്ള എല്ലാവർക്കും സൗജന്യ യാത്ര അനുവദിക്കുന്നതിന് പകരം ശക്തി സ്മാർട്ട് കാർഡുകൾക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്താനാണ് നീക്കം. ഇതിനിടെ സൗജന്യത്തിൽ നടുവൊടിഞ്ഞ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചു. 48 നിന്ന് 36% പുരുഷ യാത്രക്കാരുടെ എണ്ണം ശക്തി പദ്ധതി നടപ്പാക്കിയ ശേഷം കുറഞ്ഞിരിക്കുന്നത്. സർക്കാർ ബസ്സുകളിൽ ആൺകുട്ടികൾക്കും ഇപ്പോൾ യാത്ര സൗജന്യമാണ്. 10 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം സൗജന്യം നൽകാൻ 1700 കോടി രൂപ വേണം. നേരത്തെയുള്ള കടബാധ്യതയ്ക്കൊപ്പം ഈ ബാധ്യത കൂടി ആയതോടെ നടുവൊടിഞ്ഞ അവസ്ഥയിലാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ. പിടിച്ചു നിൽക്കണമെങ്കിൽ അടിയന്തരമായി 5173 കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ജീവനക്കാരുടെ വേതനം കൂട്ടിയ വകയിൽ 873 കോടി രൂപയും ഡീസൽ ചാർജ് വർധന ഇനത്തിൽ 395 കോടിയും അധിക ബാധ്യത വരുന്നതായി കോർപ്പറേഷൻ കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാൻ 821 കോടി രൂപ വേറെയും വേണം. ഇതിനൊപ്പം ബസ് ചാർജ് വർദ്ധിപ്പിക്കുക കൂടി ചെയ്താലേ ഇനി മുന്നോട്ടു പോകാനാകൂ എന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുകയാണ് കോർപ്പറേഷനുകൾ. ഈ ആവശ്യം പരിഗണിക്കുമ്പോൾ തന്നെയാണ് ശക്തി പദ്ധതിയിലും സർക്കാർ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുന്നത്. ആധാർ കാർഡ് ഉള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കർണാടകത്തിന് പുറത്തുനിന്നുള്ളവരും ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ സൗജന്യ യാത്ര കന്നഡക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും ഇതിനായി ശക്തി സ്മാർട്ട് കാർഡുകൾ തയ്യാറാക്കാനുമാണ് നീക്കം. ഈ തുക കിട്ടിയാലും പിടിച്ചു നിൽക്കാനാകില്ല കോർപ്പറേഷനുകൾക്ക്. 4 കോർപ്പറേഷനുകളുടെയും നിലവിലെ നഷ്ടം 6000 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ്. എങ്കിൽ പെട്ടു സതീശൻ സർക്കാർ. ചുമ്മാതല്ല വിദഗ്ധർ നേരത്തെ തന്നെ സൂചന നൽകിയത്.